ഇന്ന് ബ്രേക്ക് ചെയ്ത് ഇവളുമാരെല്ലാം കൂടി എന്നെ ഇന്ന് ബ്രേക്ക് ചെയ്യിച്ചു. അത്രേ ഉള്ളു. ഓക്കെ ശരി. ഇൻസ്റ്റാഗ്രാം വെരിഫൈ ചെയ്തൊരു അക്കൗണ്ടും കൂടെ, എന്നിട്ടും അവർക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി. അൻപിനെ കോൾ ഓഫ് ചെയ്തപ്പോഴായിരിക്കും ആൾക്കാർ എന്നെ കുറിച്ചുകൂടെ സുപരിചിതമാവുന്നത്. അപ്പൊ സുനിൽ ഓജിയാണ് വിഷയം. എന്തെല്ലാം വിവരങ്ങളാണ് സുനിൽ ഓജിയെ കുറിച്ച് വരുന്നത്? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അണ്ടർ വേൾഡ് ഡോൺ എന്ന നിലയിലൊക്കെയാണ് ഇപ്പൊ സുനിൽ ഓജി അറിയപ്പെടുന്നത്. ഒറിജിനൽ ഗാങ്സ്റ്റർ എന്നാണ് അത്ര ഓജിയുടെ ഫുൾ ഫോം, ദൈവത്തിന് അറിയാം. എന്തായാലും സുനിൽ ഓജിയെയും ഡോക്ടർ ഡ്രേക്കിനെയും ഒക്കെ ബന്ധപ്പെടുത്തി പുതിയ ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുനിൽ ഓജി ആരാണ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഒരു കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു ഈ പറഞ്ഞ സുനിൽ ഓജി. പക്ഷെ ഇപ്പൊ നിലവിൽ ആള് റിട്ടയർമെന്റ് ലൈഫാണ് കേട്ടോ നയിക്കുന്നത്. ആളുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പെമ്പിള്ളാരുമായി ഡ്രിങ്ക്സ് അടിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആറിന് ഇപ്പൊ 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഒരു 60 വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരു കിളവൻ ഈ പെമ്പിള്ളാരും മൊത്തം ഡ്രിങ്ക്സ് അടിക്കുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് എത്രത്തോളം ഹിറ്റ് ആകുമെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അത് തന്നെയാണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാനുള്ള കാരണവും. ഈ പറയുന്ന സുനിൽ ഓജിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് സ്വന്തമായ ഒരു ബാറുണ്ട്, ഓജീസ് കാന്താരി എന്നാണ് അതിന്റെ പേര്. അവിടെ വെച്ച് ഇടയ്ക്കിടെ പുള്ളിക്കാരൻ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. ആ പാർട്ടികളിൽ ഒരുപാട് പെൺകുട്ടികളും ഇടയ്ക്കിടെ സെലിബ്രിറ്റീസും ഒക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ വെച്ച് ഈ പാർട്ടിക്കിടയിൽ ഒരുപാട് പെൺകുട്ടികളും മൊത്തമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഹിറ്റ് ആകാറുമുണ്ട്. അതാണ് സുനിൽ ഓജിയുടെ ഇപ്പോഴത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഫുൾ പാർട്ടി വൈബാണ് മക്കളെ. പാർട്ടിയിൽ പെമ്പിള്ളാരുമായി ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അതിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. എന്താ ജീവിക്കുകയാണെങ്കിൽ ഇയാളെ പോലൊക്കെ ജീവിക്കണം എന്നാണ് ഇപ്പൊ പലരും പറയുന്നത്. പക്ഷേ ഈ പാർട്ടിയുടെ എല്ലാം മറവിൽ പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസിന്റെ പേരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സുനിൽ ഓജിയുടെ പാർട്ടിയുടെ മറവിലുള്ള പെണ്ണ് പിടിക്കും ലഹരി ഉപയോഗത്തിനുമെല്ലാം രഞ്ജിനി ഹരിദാസ് ആണ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സുനിൽ ഓജിയെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഡ്രേക്ക് അഥവാ അനന്തു സുജിത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മര്യാദക്ക് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ചിരുന്ന സുനിൽ ഓജിയെ പിടിച്ച് എക്സ്പോസ്ഡ് ആക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഡോക്ടർ ഡ്രേക്കും അതിന്റെ കാസറ്റിലെ ഹക്കീമുമാണല്ലോ. സുനിൽ ഓജിയുടെ മയക്കുമരുന്ന് കച്ചവടത്തെ കുറിച്ചും ഇയാൾ നടത്തുന്ന പാണ്ടി പാർട്ടികളെ കുറിച്ചുമെല്ലാം അനന്തവും ഹക്കീമും വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടനിൽ ജീവിക്കുന്ന സ്വയം പ്രഖ്യാപിത മില്യനർ ആയിട്ടുള്ള അൻവിനെ എക്സ്പോസ് ചെയ്തതോടെയാണ് ഈ അടുത്തായി ഡോക്ടർ ഡ്രേക്കിനെ കൂടുതൽ പേര് അറിയുന്നത്. അൻവിനെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്ന വീഡിയോകൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതോടെ ഡോക്ടർ ഡ്രേക്കിനെ കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങി, വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തി തുടങ്ങി. അതിനിടയിലാണ് സുനിൽ ഓജിയെ കുറിച്ച് അനന്ത് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. സുനിൽ ഓജിയെ പോലുള്ള ഒരു ബിഗ് ഷാർക്കിനെതിരെ സംസാരിക്കുമ്പോൾ അതിന്റേതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഡോക്ടർ ഡ്രേക്ക് എന്ന പേരിൽ ഉണ്ടായിരുന്ന അനന്തുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ നഷ്ടപ്പെട്ടു. അത് സുനിൽ ഓജി കളിച്ച കളിയാണെന്നാണ് അനന്ത് വിശ്വസിക്കുന്നത്. എന്തായാലും അനന്ത് പുതിയ അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യ വീഡിയോ തന്നെ സുനിൽ ഓജിക്ക് എതിരുള്ളതായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. മീറ്റ് ഡോക്ടർ ഡ്രേക്ക് റമോറെ അഥവാ ഞാൻ തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ 3.5 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ്, ഏകദേശം 150 മില്യണിന് മുകളിലുള്ള പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, ഇൻസ്റ്റാഗ്രാം വെരിഫൈ ചെയ്തൊരു അക്കൗണ്ടും കൂടെ, എന്നിട്ടും അവർക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി. അൻപിനെ കോൾ ഓഫ് ചെയ്തപ്പോഴായിരിക്കും ആൾക്കാർ എന്നെ കുറിച്ചുകൂടെ സുപരിചിതമാവുന്നത്. പക്ഷേ എന്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി തുടങ്ങിയത് 2020-ലാണ്. അതിനുശേഷം 2021 ഒരു ആർട്ടിസ്റ്റിന്റെ മാനേജറായിട്ട് ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള ഒരു പേഴ്സണൽ വെൻഡേറ്റ അവർ ഇൻസ്റ്റാഗ്രാമിൽ കോടതി കളിച്ചു. എന്റെ നേരെ തെളിവുകളില്ലാത്ത കുറച്ച് ഫാബ്രിക്കേറ്റഡ് എവിഡൻസുമായിട്ട് അവർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്തു. എന്റെ സോഷ്യൽ മീഡിയ ഇമേജ് എന്ന് അവർ തകർത്തു. ഇന്ന് നിലവിൽ അൻപിനെയും സുനിൽ ഓജിനെ പോലെ വലിയ പവർഫുൾ ആയിട്ട് ആൾക്കാരെയും കോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എതിരെ തിരിച്ച് സംസാരിക്കാൻ ഇവർക്ക് ഇതേ 2021 ആ സിംഗർ പറഞ്ഞിട്ടുണ്ടാക്കിയിരുന്ന അതേ സെയിം കഥ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. 25 വയസ്സുള്ള ഹക്കീമിനെയും 29 വയസ്സുള്ള അനന്തുവിനെയും നിങ്ങൾ ഇത്ര പേടിക്കുന്നതിനാണ് സുനിൽ ഓജി? സുപ്രീം കോർട്ടിലെ ഒരു വക്കീലെ കൊണ്ട് ലീഗൽ നോട്ടീസ് അയപ്പിക്കുന്നു. അതിനുശേഷം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹക്കീമിന് വേണ്ടിയിട്ട് ഒരു നോൺ ബെയിലബിൾ കേസ്, അതിനുശേഷം മാനേജറെ കൊണ്ട് ഹൈക്കോർട്ടിൽ ഒരു പരാതി. പിന്നെ വൈദ്യുവേ വന്ന പരാതിക്കകത്ത് ഇഞ്ചക്ഷൻ ഒന്നും ഇല്ല, വന്നിരിക്കുന്ന കോടതിയിനകത്ത് അതൊരു ഇന്റർം ഓർഡർ മാത്രമാണ്. സുനിൽ ഓജിക്ക് മനസ്സിലാകാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ പറയാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്താണെന്ന് അറിയാലോ സുനിൽ ഓജിക്ക്? അപ്പോ ഇതിന്റെ സീരിയസ്നെസ് എവിടെ വരെ പോകുന്നു സുനിൽ ഓജിക്ക് അറിയാലോ. സുനിൽ ഓജി വി ആർ നോട്ട് ആഫ്റ്റർ യുവർ ഫെയിം ഓർ യുവർ സോഷ്യൽ മീഡിയ പ്രസൻസ് ഓർ കാര്യങ്ങളൊന്നുമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സൈസിന് പോയിട്ടുള്ള ഒരു കോൾ ഞാൻ വേണമെങ്കിൽ ഇച്ചിരി കേൾപ്പിച്ചുതരാം. ചെയ്യുന്നു ഓജിയുടെ ഇൻസ്റ്റഗ്രാമില് ഇങ്ങനെ മദ്യപിക്കുന്ന അതും ആള് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉൾപ്പെടെ ബന്ധപ്പെട്ട ജില്ലാ അധികാരി കൊടുത്തേക്കാണ്, എൻഫോഴ്സ്മെന്റ് അധികാരി കൊടുത്തേക്കാണ്. അദ്ദേഹം കൂടെ ആവശ്യപ്പെടുന്നു, അദ്ദേഹം തരുന്നതൊക്കെ അറിയിക്കുന്നതാണ് താങ്കളെ. അത് കേരള അബ്കാരി ആക്ട് പ്രകാരം 55 പ്രകാരം 6 മാസം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റവും സോഷ്യൽ സൈറ്റ് നെറ്റ്വർക്ക് ഈ വീഡിയോ റിമൂവ് ചെയ്യുന്നതുമാണ് കേട്ടോ. പിന്നെ സുനിലോജിന്റെയും കൂട്ടരും എന്റെ അക്കൗണ്ട് ഞാൻ തന്നെ ChatGPT-ക്കകത്ത് പ്രോംപ്റ്റ് കൊടുത്തിട്ട് കളയുകയാണെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാനിപ്പോ തെളിയിച്ചു തരാം. കണ്ടല്ലോ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം.
150 മില്യൺ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഉള്ള എന്റെ അക്കൗണ്ട് ഞാൻ തമാശയ്ക്ക് പോലും ഡീആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് കുറച്ച് ദിവസത്തെങ്കിലും? എന്ത് ചോറല്ലേ കഴിക്കുന്നത് നിങ്ങളാരും? സോ ഇനി സുനിലോജിയോട് മാത്രമായിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യം. സുനിലോജി, നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരാൻ പോകുന്നത് സുനിലോജിക്ക് ചെറിയൊരു ഐഡിയെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം സുനിലോജിയോട് മാത്രമായിട്ട് പറയാം. നമുക്ക് ആ 4 കണ്ടെയ്നർ സ്റ്റക്കായി കിടക്കുന്നതും ആ കണ്ടെയ്നർ റൂട്ടും കൂടെ അങ്ങ് വിട്ടാലോ സുനിലോജി? വിടത്തില്ല. ഞാൻ സുനിലോജിയോട് നേരിട്ട് സംസാരിച്ചോളാം. പിന്നെ നമ്മൾ എത്ര ആൾക്കാരുടെ അക്കൗണ്ടുകൾ സൈലൻസ് ചെയ്യാൻ നോക്കിയാലോ, നമ്മുടെ എത്ര അക്കൗണ്ടുകൾ നിങ്ങൾ മാസ് റിപ്പോർട്ട് ചെയ്ത് കളയാൻ ശ്രമിച്ചാലോ, നമ്മൾ വീണ്ടും തുടങ്ങും. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറഞ്ഞിരിക്കും. കാരണം ബിക്കോസ് നൗ വി ആർ അറ്റ് വാർ. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സ്റ്റെക്കായി കിടക്കുന്ന ഏതോ 4 കണ്ടെയ്നറിനെ കുറിച്ചൊക്കെ അനന്ത് പറയുന്നുണ്ട്. ഇത് എന്തോന്നും ഇത് വല്ല LCU മൂവി വല്ലതും ആണോ? കണ്ടെയ്നർ റൂട്ട്, എന്റെ അമ്മ എന്തൊക്കെയാണാവോ. എന്തായാലും അനന്ത് ഈ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അനന്തവും ഗായിക ഗൗരി ലക്ഷ്മിയും തമ്മിലുള്ള ഇഷ്യൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗൗരി ലക്ഷ്മിയുടെ മാനേജർ ആയിരുന്നു ഈ പറയുന്ന അനന്തു. അന്ന് ഗൗരിയും ഇവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗൗരി ഇവനെതിരെ പോക്സോ കേസ് അടക്കം ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസ് കാരണം അന്നും ഇന്നും അനന്തുവിന് പൊല്ലാപ്പാണ്. കാരണം ഇന്ന് ഇവൻ ഓരോരുത്തരെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോകൾ ചെയ്യുമ്പോൾ അത് കാണുന്ന ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്കെതിരെ പണ്ട് പോക്സോ കേസ് ഒക്കെ ഉണ്ടായിരുന്നതല്ലേ, നീയാണ് പലരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത് എന്നൊക്കെയായിരുന്നു ആളുകൾ ചോദിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾ ഇങ്ങനെ ശക്തമായി ഉയർന്നു വന്നതോടെ കുറച്ചു മുമ്പ് അനന്തു തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഒരു 4 വർഷം മുമ്പ്, അതായത് 2021 കാലഘട്ടത്തിൽ ഗൗരി ലക്ഷ്മിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഗൗരി ലക്ഷ്മി ഞാനും കൂടെയുള്ള ഒരു പേഴ്സണൽ വെൻഡറ്റ ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലാണ് തീർത്തത്. ഗൗരി ലക്ഷ്മി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തീർത്ത സമയത്ത് ഞാനും ഗൗരി ലക്ഷ്മിയും കൂടെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പുട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡിഫമേഷന് കേസ് കൊടുത്തു. ഗൗരി ലക്ഷ്മി എന്റെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൻവലിച്ചു. അതിനുശേഷം ഗൗരി ലക്ഷ്മിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം, ഗൗരി ലക്ഷ്മി ഉണ്ടാക്കിയെടുത്തൊരു കഥയായിരുന്നു. ആ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ടിട്ട് ഗൗരി ലക്ഷ്മി എന്റെ പേരിൽ ഒരു പോക്സോ കേസ് കൊടുത്തു. ആ പോക്സോ കേസ് കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും മാനഹാനികളും ബുദ്ധിമുട്ടുകളും വളരെ വലുതായിരുന്നു. എന്നെ അറിയുന്ന എന്റെ സുഹൃത്തുക്കൾക്കറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ പുട്ട് ഔട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോ പറയുന്നതിന്റെ കാര്യം എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമാണ് ഗൗരി ലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് അനന്ത് പറയുന്നത്. നമുക്ക് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 4 വർഷം മുമ്പ് മറുനാടൻ മലയാളിയിൽ വന്ന വാർത്ത ഒന്ന് കണ്ടു നോക്കാം. മാനേജർ തന്നെ കബളിപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി ഗായിക ഗൗരി ലക്ഷ്മി. മാനേജറായി പ്രവർത്തിച്ച അനന്തു സുൽജിത്ത് എന്ന വ്യക്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തി കബളിപ്പിച്ചെന്നും നിരവധി പെൺകുട്ടികളെ പ്രേമത്തിൽപ്പെടുത്തി സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും താരം പറഞ്ഞു. ഒരുപാട് പെൺകുട്ടികളെയും ഇയാൾ പറ്റിച്ചതായി അറിഞ്ഞെന്നും കുറിച്ചു. കുറച്ചുകാലം മാത്രമേ ഇയാൾ തന്റെ മാനേജറായി പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും ഗൗരി ലക്ഷ്മി പറഞ്ഞു. തന്റെ പേര് പറഞ്ഞ് ഇയാൾ ആരെയെങ്കിലും സമീപിച്ചാൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ഗൗരി പറയുകയുണ്ടായി. സംഭവത്തെക്കുറിച്ച് ഗൗരി പറയുന്നത് ഇങ്ങനെ: കൊല്ലം പുത്തൻതുറയിലുള്ള അനന്തു സുൽജിത്തിനെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ആ സമയത്ത് അയാൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു. സംസാരിച്ച് വശത്താക്കാൻ മിടുക്കനായ ഇയാൾക്ക് മാർക്കറ്റിംഗ് നല്ല വശമാണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും മറ്റു ചില ജോലികളും അയാളെ ഏൽപ്പിച്ചു. കുറച്ചുനാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. സാമ്പത്തിക ഇടപാടുകളെ പറ്റി ചോദിക്കുമ്പോൾ തന്നിരുന്ന മറുപടിയൊന്നും വിശ്വസനീയമായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നും 30,000 രൂപ വാങ്ങിയിരുന്നു. അത് തിരികെ വാങ്ങിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് പണം കൂടി തരാനുണ്ട്. ആ തുക ഞാൻ ഉപേക്ഷിച്ചു. അയാളെ ഞങ്ങൾ പിരിച്ചുവിടുകയും ആ വിവരം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അർച്ചന എന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 75,000 രൂപയും ഒരു മാലയും ഇയാൾ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞു വാങ്ങി. തിരികെ കിട്ടാതെ ആയപ്പോൾ ഈ പെൺകുട്ടി എന്നെ സമീപിച്ച് വിവരം പറഞ്ഞു. ഇനിയും ഇയാൾ ആളുകളെ പറ്റിക്കരുത് എന്നു കരുതി അർച്ചനയും മറ്റു 2 ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നവരും ചേർന്ന് മെയ് 3-ാം തീയതി ലൈവിലെത്തിയിരുന്നു. കൂടെ ഞാനും ജോയിൻ ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ലൈവിൽ വിശദീകരിച്ചു. അനന്തു ബുദ്ധിപൂർവമാണ് നീങ്ങുന്നത്. ഇയാൾ പണം കൈപ്പറ്റുന്നത് സുഹൃത്തുക്കളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. പലരിൽ നിന്നും മറ്റു പലരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും അവരോട് പറഞ്ഞ് അത് പിൻവലിച്ച് എടുക്കുകയുമാണ് ഇയാളുടെ രീതി. ഞങ്ങൾ ലൈവ് പോയ അന്ന് രാത്രി മുതൽ എന്റെ ഇൻബോക്സിലേക്ക് പരാതിയുടെ പ്രവാഹമാണ്. 100 കണക്കിന് ആളുകളാണ് തെളിവോടുകൂടി ഇയാളെപ്പറ്റി പരാതിയുമായി വന്നത്. ഇയാൾ പണം ചോദിക്കുന്ന സ്ക്രീൻഷോട്ട്, ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട്, പണം ചോദിക്കുന്ന വോയിസ് റെക്കോർഡ് എല്ലാം തെളിവായി ഉണ്ട്. എന്റെ പേര് പറഞ്ഞ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി. അർച്ചന എന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്റെ വീഡിയോ ഷൂട്ട് എന്ന പേരിൽ പണം വാങ്ങി അത് എന്റെ ഭർത്താവിന്റെ അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്തത്. അദ്ദേഹത്തിനോട് ഒരു സുഹൃത്ത് അയച്ച പണമാണ് എടുത്തു തരുമോ എന്നാണ് ചോദിച്ചത്. ഒരുപാട് പെൺകുട്ടികളെ ഇയാൾ പ്രേമത്തിൽ കുടുക്കി പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. വാങ്ങിയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഇയാൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇവർക്കാർക്കും പരാതിപ്പെടാൻ ധൈര്യമില്ല. അവർക്ക് ദോഷകരമാകുന്ന പലതും ഇതിനോടകം തന്നെ ഇയാളുടെ കയ്യിൽ
ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരു പെൺകുട്ടിയും ചതിയിൽപ്പെടാതിരിക്കാൻ കൂടിയാണ് ഞാനിത് പുറത്തു പറയുന്നത്. ഇന്നലെ ഞങ്ങൾ ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഇയാൾ എന്റെ പേര് പറഞ്ഞ പലരോടും പണം വാങ്ങുന്നുണ്ട്. ഇയാൾ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. എന്റെ സുഹൃത്തുക്കളെല്ലാം ഇത് ഒരു അറിയിപ്പായി എടുക്കണം. 40,000 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഇയാൾ. സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത്. വളരെ വിശ്വസനീയമായ രീതിയിലാണ് എല്ലാവരോടും ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇയാളെ തെറ്റിദ്ധരിക്കില്ല. അനന്തുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഗൗരിലക്ഷ്മി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ന്യൂസ് ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ഉണ്ട്. ഗൗരി തന്നെ അനന്തുവിനെതിരെ സംസാരിച്ചുകൊണ്ട് പണ്ട് ചെയ്തൊരു ഫേസ്ബുക്ക് ലൈവ്, ഗൗരിയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചെയ്ത ആ ലൈവിൽ ഇവർ അനന്തുവിനെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അനന്തുവിനെ ഒഴിവാക്കിയ ശേഷം ഗൗരി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. Drake wants to be in their live. Go live. എന്റെ കേക്കറാണ്ടി ഇല്ല നമ്മള് പോവില്ല. ഹലോ Just wait 1 second. இப்ப என் லைவ்ல வந்துட்டான். நீ கௌரியோட லைவ்ல ஜாயின் பண்ணா, ஏன் ஜாயின் பண்ண முடியா? ഇല്ല നീ ഓൺ ലൈവ് നീ പോസ്റ്റ് பண்ணிக்கோ. മിസ്റ്റർ അനന്തു സുൽജിത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ ഇപ്പം അനന്തുവിനോട് സംസാരിച്ചോണ്ടിരിക്കാം. മിസ്റ്റർ അനന്തു സുൽജിത്ത് നിന്റെ അടുത്ത് ഞങ്ങളല്ലേ പറഞ്ഞത് സ്റ്റോറി ഇട്ടിട്ട് ഞങ്ങളുടെ കൂടെ ലൈവിൽ വരുമെന്നല്ലേ പറഞ്ഞത്? அது நாங்க சொன்னதுக்கு அப்புறம்டா குഞ്ഞே அது நாங்க சொன்னதுக்கு அப்புறம் நீ சொன்ன. அப்ப என்ன அர்த்தம்? உனக்கு நான் ஃபுல் வீடியோ உனக்கு கூகுள் டிரைவ்ல அனுப்புறேன். இந்த கௌரியோட ஃபுல் லைவ் வீடியோவை நான் கூகுள் டிரைவ்ல அனுப்புறேன். உனக்கு ஏன் பயப்படுற? இல்ல நீ எப்ப வேணாலும் போஸ்ட் பண்ணிக்கோ. ஏண்டா சரி ஒரு நிமிஷம் இருக்கு அனந்து, நான் சொல்றேன். இப்போ வந்து உங்ககிட்ட கேள்வி கேட்கணும்னு இருக்கிறவங்க நாங்க 2 பேர் தான். ஓகே, உங்ககிட்ட கொஸ்டின் கேட்கணும்னு வெயிட் பண்ணிட்டு இருக்கிறது நாங்க 2 பேர். இப்போ நீங்க எங்க 2 பேரையும் வந்து லைவ்ல வந்து எங்களோட வீடியோல வர மாட்டேன், எங்களையும் உன்னோட வீடியோல வர விட மாட்டேங்கிற. இப்போ நாங்க என்ன பண்றது? இல்ல நீ என்ன பண்ண போற உன் லைவ்ல? எல்லாருக்கும் உண்மை தெரியணும்னு சொல்றாங்க. எங்களுக்கு 32 கேள்வி இருக்கு உன்கிட்ட கேட்க. 32 கேள்வி இருக்கு உன்னோட வீடியோ பார்த்துட்டு 32 கேள்வி கேட்க இருக்கு. அதெல்லாம் எப்படி நம்ம பதில் சொல்ல போறோம்? கேன் ஐ நோ? கௌரியோட என் லைவ்ல 5000 ஃபாலோவர், எனக்கு கௌரிக்கு 80,000 ஃபாலோவர் ஆயிடுது. இப்போ அவங்க தான் நிறைய பேர் பார்க்கணும். என் லைவ் வச்சுட்டு காரியம் இல்ல. என்ன அது தானே பண்ற லைவ்டா, இது உன் லைவ் இல்ல. இவன் லைவ் தாண்டி. இவனோட லைவ் தாண்டி. நான் இப்பதான் அவனை ஆட் பண்ணிருக்கான். நான் இவ்வளவு நாள் ஜாயின் பண்ணி ரிக்வெஸ்ட் couldn't be sent. சரி என்ன ஆட் பண்ணிட்ட நீ? உன் லைவ்ல நாங்க இம்பார்ட்டன்டா ஏதாவது பேசும்போது ஏதாவது மானசீகமா தகர்த்து நீ கட் பண்ணிடுவடா. அப்படி கட் பண்ணிட்டு போனா எங்களுக்கு அது அவமானம். அதான் ரீசன். ഇത്രയും പേര് ഇപ്പൊ അനന്തു ഒരു സെക്കൻഡ്, അനന്തു ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ലൈവിൽ നിന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അവർക്ക് എല്ലാവർക്കും അനന്തു ഇവിടെ വരണം എന്നാണ്. കാരണം ഞങ്ങൾക്കൊരു 33 ചോദ്യം ചോദിക്കാനുണ്ട് ഇന്ന്. 32, 33 അതിനുള്ളിൽ വേറെ ചോദ്യമൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ താങ്കളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ. ഈ ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള പ്രശ്നം മിസ്റ്റർ അനന്തു സുൽജിത്തിന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സ് കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകും. എനിക്ക് മാനസികമായിട്ട് താങ്ങുന്നില്ല, എല്ലാവരും കൂടെ എന്നെ കോണർ ചെയ്യുവാണ്, എന്നെ കൂട്ടിയിട്ട് അടിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, ഞങ്ങളല്ലേ ഇൻവൈറ്റ് ചെയ്തത്? ഞങ്ങളല്ലേ അനന്തുവിനെ ഇൻവൈറ്റ് ചെയ്തത്? അപ്പൊ അനന്തു ഒരു സെക്കൻഡ് ഞാൻ പറയാം. അപ്പൊ അനന്തു എന്റെ കൂടെ ഇപ്പൊ ലൈവിൽ ജോയിൻ ചെയ്യുന്നില്ല. ശരി, ഓക്കെ, ആൻസർ കിട്ടി, സെറ്റ്. അപ്പൊ ശരി, ആ ലൈവ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ സംസാരിക്കാം. അപ്പം മനസ്സിലായി, കാര്യം മനസ്സിലായല്ലോ. അതായത് ഞങ്ങളാണ് ഇന്നലെ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ ആര് ലൈവ് തുടങ്ങണം, ആരുടെ ലൈവിൽ ചേരണം എന്നൊക്കെയുള്ള തർക്കങ്ങൾ നടന്നതിന് ശേഷം ഇവർ ലൈവിൽ നിന്നും അനന്തുവിനെ ഒഴിവാക്കി. നിങ്ങളുടെ ലൈവിൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അനന്തു പറഞ്ഞു. ഞാൻ ലൈവ് ചെയ്യും, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്നുള്ളതായിരുന്നു അനന്തുവിന്റെ നിലപാട്. പക്ഷെ അതിന് ഗൗരി ലക്ഷ്മിക്ക് ഒരുക്കമല്ലായിരുന്നു. കാരണം അനന്തു തുടങ്ങുന്ന ലൈവ് ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ അവന് തന്നെ ഇറങ്ങി പോകാം എന്നുള്ളതായിരുന്നു ഗൗരി പറഞ്ഞത്. എന്തായാലും അനന്തുവിനെ ഒഴിവാക്കിയ ശേഷം ഗൗരി തന്നെ അനന്തുവിനെ കുറിച്ച് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. അപ്പം അവനില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഞാൻ ചോദിക്കേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇത് ഫസ്റ്റ് ഈ അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന ഏകദേശം 1-2 ആഴ്ചയല്ല, ഒരു മാസം അത്രയുള്ള ഏപ്രിലാണ് ഞങ്ങൾ അനന്തുവിനെ ഞങ്ങളുടെ GL ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്. അപ്പൊ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു വളരെ മാന്യമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അനന്തു സുൽജിത്ത് എന്നുള്ള വ്യക്തിനെ
ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെമ്പർ അല്ല, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ഹിസ് ഫ്യൂച്ചർ എൻഡേവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സംഭവമൊക്കെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പല സ്റ്റോറികളിലും വന്നിട്ട് ഓരോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇറക്കി വിട്ടത്, എന്തുകൊണ്ടാണ് പിരിച്ചു വിട്ടത് എന്നൊക്കെ ചോദിച്ചതിന് അദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞൊരു ഉത്തരം, വളരെ തിരക്കുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് GL ലൈവ് ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് എന്റെ തിരക്കുകൾ കാരണവും നമ്മുടെ രണ്ടുപേരുടെയും ഒരു ഇത് കാരണം അത് സെറ്റായില്ല, എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവിടുന്ന് നമ്മൾ പിരിഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ശരിക്കും എന്ത് റീസൺ കൊണ്ടാണ് അനന്തു സുൽജിത്തിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടത്, എന്തൊക്കെയാണ് കാരണങ്ങൾ, ഈ ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊന്ന് ഇവിടെ ക്ലിയർ ആക്കണം. ഇത്രയും കഥകൾ കേട്ടിട്ട് എനിക്കിത് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാനിത് പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുകയാണ്. പറഞ്ഞത് കൺഫ്യൂഷൻ ആവണടാ, നീ അറിയാടാ കൺഫ്യൂഷൻ ആവും. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നും നമുക്ക് ഡീൽ ചെയ്യാനുള്ള കഴിവില്ല, വിട്. ടൈം വേസ്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ് ഫസ്റ്റ് റീസൺ ഓഫ് കോഴ്സ് ആള് കട്ട ഉഴപ്പായിരുന്നു. ഫോൺ വാങ്ങി തന്ന എല്ലാ ഉഴപ്പും തീരുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഫോൺ വാങ്ങിക്കൊടുത്തു, യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ഫസ്റ്റ് വൺ. സെക്കൻഡ് തിങ്, കട്ട ആൽക്കഹോളിക് ആയിരുന്നു. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ല, ഓർമ്മയുണ്ടാവില്ല, അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു, ഓർമ്മയില്ലെന്ന് പറയപ്പെടുന്നു. തേർഡ് വൺ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ മോശമാണ്. പുള്ളിയെക്കുറിച്ച് പല സ്ഥലത്തും ഇങ്ങനെ പൈസയുടെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചു. ഞങ്ങൾ കൊടുത്ത കാശ് തന്നെ തിരിച്ചു വയ്ക്കുമ്പോഴേക്കും ഉള്ള സ്വഭാവം മാറുന്നുണ്ട്. അതെ, അപ്പൊ അത് സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അപ്പം ആൽക്കഹോൾ പറഞ്ഞ ഇതെല്ലാം പറഞ്ഞടാ. അപ്പൊ ആൽക്കഹോളിന്റെ താഴെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നെ എന്തായാലും ഓൺ ദ വേ അതൊക്കെ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആമസോൺ പ്രൈമിന്റെ പേരും പറഞ്ഞ് കുറെ കള്ളത്തരം കാണിച്ചായിരുന്നു. പിന്നെന്താണ്, സാലി ചേച്ചിയുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. സാലി ചേച്ചിയെ കുടിച്ച് ഓഫായിട്ട് സാലി ചേച്ചിയെ വിളിച്ച് പറഞ്ഞു. സാലി ചേച്ചിയുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. പിന്നെ ഹൗസ് വാമിംഗ് വന്ന് അവൻ ആദ്യം ഭയങ്കര കുടിച്ചിട്ട് അവന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു. അമ്മ വിളിച്ചപ്പോ അവൻ പറഞ്ഞത് എന്തോ വലിയ സീനാണെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര മൂഡ് ഔട്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, എന്താ മൂഡ് ഔട്ട്? അമ്മ വിളിച്ചായിരുന്നു ചേട്ടാ, ഭയങ്കര പ്രശ്നമാണ് അവിടെ നിന്ന്. അമ്മ വിളിച്ച കോൾ റെക്കോർഡിംഗ് എന്നോട് പ്ലേ ചെയ്ത് കാണിച്ചു. അമ്മ എന്താണെന്തോ വീട്ടിൽ വരാത്ത, പ്ലീസ് വീട്ടിൽ വന്നൂടെ, വീട്ടിൽ വാന്ന് അവനെ ഭയങ്കരമായിട്ട് വളരെ ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു അവനെ. അപ്പൊ ഞങ്ങളും വളരെ ഇതായിട്ട് ഞങ്ങളുണ്ട് നിനക്ക് ഫാമിലി ആയിട്ട്, ഞാൻ ചേട്ടൻ ഗൗരി ചേച്ചിയുണ്ട്, ആ ഫാമിലി സൈഡാക്കി നിർത്തിയേക്ക്, അവർ ഭയങ്കര റൂഡാണ് എന്നോട്, അങ്ങനെയാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത്. സോ ഞങ്ങൾ അങ്ങനെ സൂത്ത് ചെയ്ത് വിട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ ഞാനും ഗൗരിയും എന്റെ അച്ഛനമ്മ ഹൗസ് വാമിംഗിന് ഇവിടെ കടന്നായിരുന്നു, ഈ വീട്ടിൽ കടന്നായിരുന്നു. അപ്പൊ അവരെ എയർപോർട്ടിലാക്കാൻ വേണ്ടി ഞങ്ങൾ നെടുമ്പാശ്ശേരി പോയപ്പോൾ അനന്ത് വാസ് ഹിയർ. അപ്പൊ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെൻ വി വർ നോട്ട് ദെയർ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ബോട്ടിൽ വോഡ്ക എടുത്തിട്ട് അവൻ നേരെ ഞങ്ങളുടെ ഗൗരിയുടെ അമ്മയുടെ വീട്ടില് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, ഞങ്ങൾ ഉണ്ടായിരുന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയി ആ ഫുൾ ഹാഫ് ബോട്ടിൽ വോഡ്കയും കുടിച്ചിട്ട് അവിടെ ലൈവ് ഒക്കെ പോയി സിഗരറ്റ് വലിച്ച് ഗൗരിയുടെ അതെനിക്ക് പറയണം. അപ്പൊ അതായത് അവിടെ ചട അടിച്ച് ഓഫായി, ആസ് യൂഷ്വൽ അളിയൻ അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താ ചെയ്യാൻ ഒരു ബോധം ഇല്ലെന്ന് പറയപ്പെടുന്നു. അത് പുറകെ വരുന്നുണ്ട്, ബോധം ഉണ്ട് പക്ഷേ ഇല്ല, ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ എന്റെ സിസ്റ്റർ വിദ്യാലക്ഷ്മി പുള്ളിക്കാരിനെ എന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഡ്രങ്ക് കോൾ ചെയ്തു. സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത്? ഡ്രങ്ക് കോൾ ചെയ്തിട്ട് ഇതിനിപ്പോ അവന് പ്രൂഫ് ഇല്ലെന്ന് പറയും. ഞാനിപ്പോ വേണമെങ്കിൽ വിദ്യ എനിക്ക് 5 മിനിറ്റ് എന്നാൽ വിദ്യ ഞാൻ വിളിച്ചിട്ട് വരാം. അപ്പൊ ഇതൊക്കെ എനിക്ക് അവന്റെ അടുത്ത് ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആ എന്താ പറയാ ശുദ്ധ പാവത്തിന് ഒന്ന് ഇവിടെ വരാൻ പറഞ്ഞത്. പക്ഷെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ, പക്ഷെ ആള് വരുന്നില്ല ഇവിടെ. ഹീസ് നോട്ട് ഹിയർ, ഹീസ് നോട്ട് വിസിബിൾ. ഇവിടെ നോക്കി ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, ആളെ കാണുന്നില്ല ഇവിടെ. എനിക്കൊന്നും കുഴപ്പമില്ല, നമുക്ക് പറയാനുള്ള കാര്യം പറയും. ഇനിയിപ്പം ഹിസ് ടേൺ ഇസ് ഓവർ. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് ഇത്രയും പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും ഞങ്ങൾ പോകുന്നുള്ളൂ. അപ്പം എന്റെ അനിയത്തിനെ എന്റെ അപ്പന്റെ അമ്മയുടെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്ന് കുടിച്ചിട്ട് വിളിക്കാൻ മാത്രം ധൈര്യമുള്ളിടത്താണ് അവൻ. വിളിച്ചിട്ട് എന്തോ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു, അവള് ഫോൺ വെച്ചിട്ട് പോയി. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അനന്ത് ഗൗരിയുടെ വീട്ടിൽ വെച്ച് അടിച്ച് ഫിറ്റായി. ഗൗരിയുടെ തന്നെ അനത്തിയായിട്ടുള്ള വിദ്യാലക്ഷ്മിയെ വിളിച്ച് ഫ്ലേർട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അനന്ത് ഫോൺ വിളിക്കുന്ന സമയത്ത് ഗൗരിയുടെ അനത്തിക്ക് 17 വയസ്സാണ് പ്രായം, അതായത് പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അനന്തുവിനെതിരെ പോക്സോ കേസ് വരുന്നത്. എന്തായാലും അമിതമായിട്ടുള്ള മദ്യപാനം, കടം വാങ്ങിയ ആളുകളെ പറ്റിക്കുക തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഗൗരി ലക്ഷ്മി അനന്തുവിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അനന്തുവിൽ ഇന്ന് ചതി നേരിട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന കുറെ ആളുകളുടെ സ്ക്രീൻഷോട്ടുകളും ഗൗരി ലക്ഷ്മി മറ്റൊരു വീഡിയോയിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് സത്യാവസ്ഥ എന്നുള്ളതിൽ പൂർണ്ണമായ വ്യക്തതയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് സുനിലോജിയെ പോലുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് തന്റെ പാസ്റ്റ് ഹിസ്റ്ററി അനന്തുവിനെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അനന്തുവും ഹക്കീമും ഓജി സുനിലും എല്ലാം ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സ് തന്നെ ഇപ്പൊ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് എവിടെ വരെ പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.